ഗിന്നസ് റെക്കോർഡ് കിട്ടുക എന്നത് വലിയ കാര്യമാണ് അല്ലേ? എന്നാൽ ഒരു കുടുംബത്തിലെ അച്ഛനും മക്കളും എല്ലാം ഗിന്നസ് റെക്കോർഡ് നേടിയാലോ? അത് വളരെ സ്പെഷ്യലാണ്. മലപ്പുറം മഞ്ചേരിയിൽ അങ്ങനൊരു ഗിന്നസ് ഫാമിലി ഉണ്ട്. ഗിന്നസ് സലീമിന്റെയും മക്കളുടെയും പ്രകടനങ്ങളും വിശേഷങ്ങളും നമുക്കറിയാം റൈഡിംഗ് റിപ്പോർട്ടറിൽ അടുത്തായി. അതെ, ഒരു വീട്ടിലെ 3 പേർക്ക് ഗിന്നസ് റെക്കോർഡ് കിട്ടുക ചില്ലറ കാര്യമൊന്നും അല്ലല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് ആ ഇനങ്ങൾ, എങ്ങനെയുണ്ട് ആ പ്രകടനം ഒക്കെ നമുക്കൊന്ന് അറിയണം, കാണണം. സലീം ഖാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അത് മഞ്ചേരിയിലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിന്നസ് ഫാമിലിയുടെ മഞ്ചേരിയിലെ വീട്. ഇതാ അദ്ദേഹത്തിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നുണ്ട്. വണ്ടിയിൽ തന്നെ കണ്ടില്ലേ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഒക്കെ എഴുതിയ സ്റ്റിക്കറൊക്കെ പതിച്ചിട്ടുണ്ട്. സലീം ഖാ, നമ്മുടെ റെക്കോർഡൊക്കെ അഭിനന്ദനങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മുടെ സലീം ഖാ. ഒപ്പം തന്നെ 2 മക്കളും, ജുവരിയും ആയിഷയും. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ പ്രകടനം? ബനാന ഈറ്റിംഗ് ആയിരുന്നു. നോ ഹാൻഡ്സ്, കൈ തൊടാതെ പഴം കഴിക്കുക. എന്നിട്ട് വായ കൊണ്ട് പീല് ചെയ്തിട്ട് പഴം മാത്രം കഴിക്കുക. വാഴപ്പഴം മാത്രമേ കഴിക്കാൻ പാടുള്ളൂ. ആ തൊലിയുടെ അംശം നമ്മളെ വായിൽ വരാൻ പാടില്ല. കഴിച്ചതിന് ശേഷം വാഴപ്പഴത്തിന്റെ അംശം വായിൽ വരാൻ പാടില്ല. എത്ര സെക്കൻഡിലാ? ആദ്യം 17.82 സെക്കൻഡിലായിരുന്നു. ഇപ്പോൾ ഇത് ലേറ്റസ്റ്റ് 8.57 സെക്കൻഡിൽ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ആ റെക്കോർഡ്. നമുക്ക് നോക്കിയാലോ? ഓ ചെയ്യാം. അപ്പൊ ഞാൻ സമയം നോക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ആ, 10.96 കലക്കി. അടുത്തത് ആയിഷ സുൽത്താന മോളുടെ ഒരു ഗിന്നസ് പ്രകടനമാണ്. അതായത് കുറച്ച് പുസ്തകങ്ങളുണ്ട്, അതെല്ലാം തന്നെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിൽ നിന്ന് ആൽഫബറ്റിക് ഓർഡറിൽ കൃത്യമായിട്ട് പുസ്തകം ഏറ്റവും വേഗത്തിൽ വെക്കുന്നു എന്നുള്ളതാണ് ആ പ്രകടനം. അപ്പോൾ തുടങ്ങിയാലോ? ഓക്കെ, സ്റ്റാർട്ട്. അടുത്ത ചാൻസ് ജുവരിയ മോൾക്ക. എന്താ കാണിക്കുക? നീ ടു എൽബോ സ്റ്റെപ്സ് എന്നുള്ള കാറ്റഗറി. അങ്ങനെ പറഞ്ഞ കാൽമുട്ടും കൈമുട്ടും തെറ്റിക്കാം. ആണോ? തുടങ്ങിയാലോ? ആ. ജുവരിയ മോളൊക്കെ 30 സെക്കൻഡിലാണ് 54 തവണ ഈ നീ ടു എൽബോ സ്റ്റെപ്പ് ചെയ്ത് റെക്കോർഡ് ഇട്ടത്. അപ്പോൾ സലീം ഖാ, എങ്ങനെയാണ് ഈ ഒരു ഗിന്നസിലേക്ക് അപേക്ഷ കൊടുക്കാനൊക്കെ ഉള്ള ഒരു പ്രചോദനം ഉണ്ടായത്? ഗിന്നസ് വളരെ ചെറുപ്പം മുതലുള്ള ഒരു ആഗ്രഹമാണ് ഗിന്നസ് റെക്കോർഡ്. പക്ഷേ നമുക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഗിന്നസിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതിനെ. അപ്പോൾ ഈ ഇടയ്ക്ക് കുറേ ആളുകൾ ഗിന്നസിലേക്ക് വന്നപ്പോൾ അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനുള്ള സാധിച്ചു. അതുപ്രകാരം നമ്മൾ ഓൺലൈനിൽ പോയിട്ട് ഗിന്നസിൻ്റെ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഒരു കാറ്റഗറിയിൽ കണ്ടെത്തി ആ കാറ്റഗറി ഗിന്നസിൽ ഉണ്ടോ എന്ന് നോക്കി. ആ ഐറ്റം ഗിന്നസിലുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്കിങ്ങിന് എളുപ്പമാണ്. അപ്പോൾ നമ്മൾ ആ ഐറ്റം കണ്ടെത്തി നമുക്ക് അതിൻ്റെ ആ ഐറ്റത്തിൽ പ്രാക്ടീസുകൾ ആരംഭിച്ചു. ചില ഐറ്റത്തിന് 2 വർഷത്തോളം പ്രാക്ടീസ് വന്നു, ചിലത് 9 മാസം കൊണ്ട് പ്രാക്ടീസ് പൂർത്തിയാക്കാൻ സാധിച്ചു. ഈ പഴം കഴിക്കുന്നതിനൊക്കെ എത്ര പ്രാക്ടീസ് വേണ്ടി വന്നു? അത് 9 മാസം പഴം കഴിക്കുന്നതിന് 9 മാസം പ്രാക്ടീസ് വന്നു. ഡെയിലി 1, 2, 3 പഴം ഡെയിലി കഴിക്കുമായിരുന്നു. ഇതിന് മുമ്പ് കുട്ടികളത് ടീം 2 എന്നുള്ളത് ചെയ്തിരുന്നു. പെട്ടെന്ന് 3 ബോക്സുകളിൽ നമ്മൾ വേസ്റ്റ് സാധനങ്ങൾ അറേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായിട്ടും വൃത്തിയായിട്ടും നമ്മൾ ചെയ്തെങ്കിലും അത് ഗിന്നസ് റിജക്റ്റ് ചെയ്തു. എന്താ ചെയ്യുന്നത് വേറെ ജോലിയായിട്ട്? ഞാൻ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളാണ്. ഈ മക്കളൊക്കെ എങ്ങനെയാണ് ഇത് പഠിച്ചെടുത്തത്? അവർ ക്ലാസ്
കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഞാനൊരു അറ്റംപ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് കണ്ടെത്തും. അതിൻ്റെ പ്രാക്ടീസ് അവർക്ക് നിരന്തരം ചെയ്യിപ്പിക്കും. വൈഫ് എന്തെങ്കിലും ഗിന്നസിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ? എല്ലാവരും അറ്റംപ്റ്റിലുണ്ട്. വൈഫ് ഈ തക്കാളി കട്ട് ചെയ്തുകൊണ്ടുള്ള പ്രാക്ടീസാണ്. അടിപൊളി. അതെ, നമ്മളൊരു തക്കാളി എടുത്തിട്ട് 8 കഷ്ണങ്ങൾ ഒരേ സെൻറ്റിമീറ്ററിൽ കട്ട് ചെയ്യണം. അപ്പോൾ 8 കഷ്ണങ്ങളാക്കാൻ സാധിക്കുന്നുണ്ട്, പക്ഷെ ഒരേ സെൻറ്റിമീറ്ററിലേക്ക് എത്തിയിട്ടില്ല. പണച്ചെലവില്ലാത്ത രീതിയിൽ എങ്ങനെ ഗിന്നസ്സുകാരനാവും? ഇന്നിപ്പോൾ പല ഇതിലും ഗിന്നസ് കാണുന്നുണ്ടെങ്കിൽ 1000, 10,000, ലക്ഷം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നിങ്ങൾ മനസ്സിലാക്കേണ്ട വെച്ചാൽ ഗിന്നസിന് നിങ്ങൾ ആരെയും പൈസ ആവശ്യമില്ല. ഞങ്ങളെപ്പോലത്തെ ഇവിടെ ആളുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങളെല്ലാവിധ സഹായങ്ങളും നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ചോദിക്കുക, എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുക, ഈ അറ്റംപ്റ്റ് ഞങ്ങൾ ചെയ്താൽ ഞങ്ങൾക്ക് ഗിന്നസ് കിട്ടുമോ ഇല്ല എന്നൊക്കെ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ആത്മവിശ്വാസത്തോടെയുള്ള വാക്കുകളാണ്, അതിനുള്ള കഠിന പ്രയത്നത്തിലാണ്. അപ്പോൾ എല്ലാവർക്കും ഗിന്നസ് റെക്കോർഡ് കിട്ടുന്ന ഒരു ഫാമിലി എന്നുള്ള റെക്കോർഡ് വൈകാതെ തന്നെ സലീം ഖാന്റെ കുടുംബത്തിന് ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.